എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് ചെയ്യുന്ന സാമ്പാർ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ടിഫിൻ സാമ്പാറാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് പച്ചക്കറിയിലാണ് നമ്മൾ ഈ സാമ്പാർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള തൊമര ഒന്ന് പ്രഷർ കുക്കറിലൊന്ന് ഒരു വിസിലടുപ്പിച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വളരെ കട്ടി കുറഞ്ഞ മസൂർ ദാലാണ്. ഇനി കട്ടിയുള്ള തൊമരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 വിസിലെടുക്കാം. അരക്കപ്പ് തൊമരയ്ക്ക് നമ്മൾ 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് പ്രഷർ കുക്ക് ചെയ്യാൻ പോകുന്നത്. പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യേണ്ടത്. 1 വിസിൽ മതി ഈ തുവര വേവാനായിട്ട്. കൂടുതൽ വേവുള്ളതാണെന്നുണ്ടെങ്കിൽ 1-2 വിസിൽ വേണ്ടി വരും. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി അരിയാം. നമ്മളിവിടെ 1 മുരിങ്ങയ്ക്ക, 2 വഴുതനങ്ങ, 1 ഉരുളക്കിഴങ്ങ്, 1 ചെറിയ ക്യാരറ്റ്, 3 പച്ചമുളക്, 1 തക്കാളി. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സവാള. അപ്പോൾ ഇത്രയും നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ പ്രഷർ കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത്, അല്ലാതെയാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കറിൽ വേവിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് നമ്മളല്ലാതെ ഇത് വേവിക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വേണം. വാളൻ പുളിയാണ്, ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കായം. അപ്പോൾ ഇതിലാണ് നമ്മളിനി പച്ചക്കറി വഴട്ടിയിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചക്കറി പുളിവെള്ളത്തിൽ വേവിച്ചെടുത്താലും മതിയാകും. പക്ഷേ ഇങ്ങനെ വഴട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറിയിൽ നിന്നും പച്ചമുളകും ഉള്ളിയും കിഴങ്ങും ക്യാരറ്റും ആദ്യം ഒന്ന് വഴട്ടിയെടുക്കുക. കാരണം ഈ ക്യാരറ്റിനും കിഴങ്ങിനും കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ്. ഇനി എല്ലാം കൂടി ഇട്ട് വഴട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് വാടി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വഴുതനങ്ങയ്ക്ക് പകരം വെണ്ടയ്ക്ക എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെച്ചിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ എരിവിനും കളറിനും അനുസരിച്ചിട്ട് ചേർക്കാം. നമ്മളിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഈ സാമ്പാറിൽ കൂടുതലാണ്. ഏത് സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിരിക്കും. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉലുവാപ്പൊടി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പൊടികളില്ല, സാമ്പാർ പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിയും ചേർക്കാം. പക്ഷേ ഇങ്ങനെ പൊടി ചേർക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അടച്ചു വെച്ച് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നിങ്ങൾക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് കറക്റ്റ് പരുവം. അതുപോലെ ഇതിങ്ങനെ കുക്ക് ചെയ്യുമ്പം ഈ മുരിങ്ങയ്ക്ക വെന്തം കുടഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച്, ഒരുപാട് കൂടരുത്. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തുവരപ്പരിപ്പ് നമ്മളിതിലേക്ക് കുക്ക് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഈ കഷ്ണവും അതുപോലെ തുവരയും എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കായം നമ്മൾ വഴറ്റിയപ്പോൾ ചേർത്താണ്. എങ്കിൽ കൂടി അവസാനം ഒരു നുള്ളു കായം കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഇതിന് കൂടും. കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിന് മല്ലിയില ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറിവേപ്പില ഇട്ടാലും മതി. നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ഇടുക. അതുപോലെ തന്നെ താളിക്കുമ്പോൾ നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ.
ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഇതിലേക്ക് വഴറ്റി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടുക് താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. നല്ല മണവും ടേസ്റ്റുള്ള അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ഇതുവരെ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാകാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറാണ്. ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്നൊരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്